ഹായ് ഓൾ, വെൽക്കം ടു I+ ട്രെയിനിങ് സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ നോക്കിയേ. ലെറ്റ് എ ബി സി ആർ 3 പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്, ശ്രദ്ധിക്കുക. വാല്യൂ 1/BC പ്ലസ് 1/AC പ്ലസ് 1/AB ഈക്വൽ ടു 1 എങ്കിൽ ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് റൂട്ട് A³ പ്ലസ് B³ പ്ലസ് C³? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഒറ്റ നോട്ടത്തിൽ പ്രയാസമായിട്ട് തോന്നുന്ന ചോദ്യം അല്ലേ? ഒറ്റ നോട്ടത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി കുറച്ചൊന്ന് പാടുപോലെ തോന്നും അല്ലേ? പെട്ടെന്ന് നമ്മളൊരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് പെട്ടെന്ന് ആരും അങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാത്ത ചോദ്യം. ഇതൊക്കെ നമ്മുടെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളായിരിക്കും. ആക്ച്വലി പെട്ടെന്ന് ഒരാൾ ഈ പറയുന്ന ചോദ്യം ഒന്നും അറ്റൻഡ് ചെയ്യാൻ പോകത്തില്ല. ഇത് പഠിക്കുന്ന ആൾ മാത്രമേ ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളായിട്ട് ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ മാറുന്ന ഒരു സമയം വരും അല്ലേ? അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയാണ് ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കുള്ള റിലേഷൻ അവനാ. അപ്പോൾ അതിൽ നിന്ന് വേണം നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാനായിട്ട്. 1/BC പ്ലസ് 1/AC പ്ലസ് 1/AB ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പ്രോപ്പർ റിലേഷനിലേക്ക് പോകാനായിട്ട് ജസ്റ്റ് ഞാൻ ഇവിടെ BC ഉണ്ട്, ഇവിടെ AC ഉണ്ട്, ഇവിടെ ഒരു AB ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിലേ ഞാൻ കംപ്ലീറ്റ് അവനെ ഒരു ABC കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. എന്ത് ചെയ്തു? കംപ്ലീറ്റ് അവനെ അങ്ങ് ഒരു ABC കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അവനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ABC കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതെന്താവും? മുകളിൽ ABC/BC A എന്ന് വരും, പ്ലസ് ABC/AC B എന്ന് വരും, പ്ലസ് ABC/AB C എന്ന് വരും. എന്ന് പറയുന്നതല്ലേ ABC? എവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ABC? വിച്ച് ഈസ് ABC. ABC എന്ന് പറയുന്നത് എന്താ? A പ്ലസ് B പ്ലസ് C എന്ന് തുല്യമാണ് ABC. ഈ ഒരു റിലേഷൻ മനസ്സിലാക്കുക. അപ്പോൾ നമുക്കറിയാം ABC 3 പോസിറ്റീവ് ഇൻറ്റിജർ, 3 പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. 3 പേരുണ്ടെന്ന് നമുക്കറിയാം. ഇതിലാരും റിപ്പീറ്റ് ചെയ്യുന്നില്ല. 3 പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇത് 3 നമ്പറാണ്. 3 നമ്പർ ആഡ് ചെയ്യുമ്പോഴും അതേ 3 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും സെയിം ഉത്തരം കിട്ടുന്ന ആൾക്കാർ, അതാണ് നമ്മുടെ എയും ബിയും സിയും. സെപ്പറേറ്റ് ആരും വേണ്ട. എ ആരാണ്, ബി ആരാണ്, സി ആണ് എന്നൊന്നും വേണ്ട. പക്ഷേ റിലേഷൻ ഇങ്ങനെയാണ്. 3 നമ്പർ ആഡ് ചെയ്യുന്നതിന് തുല്യമാണ് അതേ 3 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അങ്ങനെയാണെങ്കിൽ എയും ബിയും സിയും ആരൊക്കെയാണെന്ന് അറിയണം. 3 നമ്പർ ആഡ് ചെയ്യുമ്പോഴും അവന്മാരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഒരാൾ കിട്ടുന്ന വാല്യൂസ് ഏതൊക്കെയുണ്ട്? അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ 3 ആൾക്കാരെ ആഡ് ചെയ്യുമ്പോഴും 3 ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും സെയിം ആൻസർ കിട്ടുന്നത് ഒരേ ഒരു വാല്യൂ ഉള്ളൂ. 1 2 3. ഒരേ ഒരാളെ ഉള്ളൂ. 1 2 3. ഓർത്ത് വെച്ചിരിക്കുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ആഡ് ചെയ്യുമ്പോഴും ഒരേ ഉത്തരം കിട്ടുന്ന 3 ആൾക്കാർ. 1 2 3. യവന്മാരെ കൂട്ടി നോക്കിക്കേ. 3 2 5 1 6. യവന്മാരെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. 1 × 2 × 3, അതും 6. കറക്റ്റ്. വിച്ച് നമുക്കുള്ള 3 ഇൻറ്റിജേഴ്സ് കിട്ടി. 1 2 3 ആണ് നമുക്കുള്ള 3 ഇൻറ്റിജേഴ്സ്. 3 ആൾക്കാരെ ആഡ് ചെയ്യുമ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഒരാൾ കിട്ടുന്ന 3 ആൾക്കാരേ ഉള്ളൂ. ആരാ? 1 + 2 + 3 1 × 2 × 3. വിച്ച് ഈസ് നമുക്കുള്ള 3 ആൾക്കാർ 1 2 3 ആണ്. എയും ബിയും സിയും. 1 2 3 ഏത് വേണമെങ്കിലും ആകാം. എ തന്നെ ഒന്നാകണമെന്ന് നിർബന്ധമില്ല, ബി തന്നെ ആകണമെന്നില്ല, സി അങ്ങനെയല്ല. 3 ആൾക്കാർ എവിടെ വേണമെങ്കിലും വരാം. 3 വാല്യൂ ആയി. കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എവനെന്നാണ്. കണ്ടുപിടിക്കാം റൂട്ട് ഓഫ് എ. ഞാൻ തൽക്കാലം 1 കൊടുക്കുന്നു. അങ്ങനെ മാറിയാലും കുഴപ്പമില്ലല്ലോ, കാരണം ഓർഡർ ഏത് വേണമെങ്കിലും വരാം, ഒരു കുഴപ്പമില്ല. 1ന്റെ ക്യൂബ് പ്ലസ് 2ന്റെ ക്യൂബ് പ്ലസ് 3ന്റെ ക്യൂബ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 3ന്റെ ക്യൂബ് 27 പ്ലസ് 2ന്റെ ക്യൂബ് 8 പ്ലസ് 1 അല്ലേ? 27 8 35 1 36. റൂട്ട് 36 എന്ന് പറയുന്നത് വിച്ച് ഈസ് 6 എന്ന് പറയുന്നതാണ് നമുക്കുള്ള ആൻസർ. 6 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ ആണോ? അപ്പോൾ റിലേഷൻ എടുക്കുക. ഈ റിലേഷനെ ഒരു ABC കൊണ്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഒരു റിലേഷൻ കിട്ടും. ഈ പറയുന്ന റിലേഷനിൽ നിന്ന് മനസ്സിലാക്കുക, 3 നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഒരേ ഉത്തരം കിട്ടണമെങ്കിൽ 1 2 3 ആഡ് ചെയ്യപ്പോഴും കിട്ടി, മൾട്ടിപ്ലൈ ചെയ്തപ്പോഴും കിട്ടി, വിച്ച് ഈസ് ദ റൈറ്റ് ആൻസർ. സോ എയും ബിയും സിയും 1 ഉം 2 ഉം 3 ഉം ആയിരിക്കും.
അതേ വാല്യൂ എടുത്ത് ഈ റിലേഷൻ്റെ അകത്ത് കൊടുക്കുക, ഉത്തരവാക്കുക. ഉത്തരം ഈസ് 6. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ? ഈസി ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6 ഈസ് ദ റൈറ്റ് ആൻസർ. 57. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ വീണ്ടും. If a raised to m into a raised to n equal to a raised to mn and mn are positive integers, a not equal to 0, a പൂജ്യം അല്ല, then what is the value of m plus n the whole square എന്ന് പറയുന്ന ആൾ? ഓക്കെ, ചോദ്യം ശ്രദ്ധിച്ച് കാണുമല്ലോ. ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ഇനി നോക്കാം, ഇവിടെ നമുക്കുള്ള റിലേഷൻ എന്താണ് എന്നറിയണം അല്ലേ? നോക്കാം. ആദ്യത്തെ റിലേഷനിൽ പറയുന്നത് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം എൻ എന്നാണ്. ഇതാണ് റിലേഷനിൽ പറയുന്നത്. നമ്മൾ ഓൾറെഡി നമുക്കറിയാം എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് പറയുന്ന ആരാ? എ റൈസ് ടു എം പ്ലസ് എൻ. കറക്റ്റ്, നമുക്കറിയാം എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം പ്ലസ് എൻ ആണ്. പക്ഷെ അവർ കൊടുത്തിട്ടുള്ള ആരാ? എ റൈസ് ടു എം എൻ എന്നാണ്. വിച്ച് ഈസ് നമുക്കറിയാം ഈ രണ്ട് റിലേഷനെ നോക്കുമ്പോൾ മനസ്സിലായി എം എന്നിന് തുല്യമാണ് എം പ്ലസ് എൻ. എം എന്നിന് തുല്യമാണ് എം പ്ലസ് എൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ എമ്മും എന്നും ഏതൊക്കെ വാല്യൂ ആണെന്ന് നമുക്ക് വീണ്ടും അറിയണം അല്ലേ? എമ്മിനും എന്നിനും തുല്യമായിട്ട് അല്ലേ ഏതൊക്കെയാണ് നമ്മൾക്കുള്ള രണ്ട് വാല്യൂസ് എന്നറിയണം. എന്നുവെച്ചാൽ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോഴും ഒരേ ആൾക്കാർ കിട്ടണം. രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോഴും നമുക്ക് ഒരേ ആൾക്കാർ കിട്ടണം. ഏതൊക്കെ വാല്യൂസിലാണ് ഇതുപോലെ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോഴും ഒരേ ആൾക്കാർ കിട്ടുന്നതെന്ന് ശ്രദ്ധിക്കുക. ഏതൊക്കെ ആയിരിക്കും ഒന്ന് ശ്രദ്ധിക്കുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ആഡ് ചെയ്യുമ്പോഴും അല്ലേ? എ റൈസ് ടു എം എൻ, അടുത്ത ആൾ എ റൈസ് ടു എം പ്ലസ് എൻ, which is mn equal to m plus n. mn equal to m plus n. രണ്ടാൾക്കാർ മൾട്ടിപ്ലൈ ചെയ്യുന്നു, രണ്ടാൾക്കാർ ആഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആഡ് ചെയ്യുമ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഒരേ ഉത്തരം കിട്ടണമെങ്കിൽ ആരൊക്കെയായിരിക്കും? അത് രണ്ട് വാല്യൂ ഉള്ളൂ. നമ്മുടെ 2 into 2 എന്ന് പറയുന്നതും 2 plus 2 എന്ന് പറയുന്നതും ഒരാളാണ്. ഓക്കെ, ഇവിടെ എം ആൻഡ് എൻ ആർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്നേ പറയുന്നുള്ളൂ. റിപ്പീറ്റ് ചെയ്യണോ റിപ്പീറ്റ് അങ്ങനെയൊന്നും പറയുന്നില്ല, ഏത് വേണമെങ്കിലും ആവാം. നമുക്കിപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ആഡ് ചെയ്യുമ്പോഴും ഒരേ ആൾ കിട്ടണമെങ്കിൽ അത് 2 into 2 2 plus 2 ആണ്. വേറെ ഒരു നമ്പർ എടുത്താൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ആഡ് ചെയ്യുമ്പോഴും ഒരേ നമ്പർ കിട്ടത്തില്ല. 2 into 2 4 ആണ്, 2 plus 2 4 ആണ്. ഓർത്ത് വെച്ചിരിക്കുക. തൊട്ട് മുമ്പ് ചെയ്ത ചോദ്യം അതേപോലെ തന്നെയാണ് നമുക്ക് ഇയാളും വരുന്നത്. ഇവിടെ 2 ഉം 2 ആണ് നമുക്കുള്ള രണ്ടാൾക്കാർ. ഡൗട്ട് പ്രശ്നമുണ്ടോ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ആഡ് ചെയ്യുമ്പോഴും ഒരേപോലെ കിട്ടുന്നത് വിച്ച് ഈസ് 2 ഉം 2 ആണ്. അപ്പോൾ നമുക്കുള്ള രണ്ടാൾക്കാർ കിട്ടി. എമ്മും 2 ആണ്, എന്നും 2 ആണ്. എമ്മും എന്നും എന്താണ്? 2 ആണ് എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ ഈ രണ്ടാൾക്കാരെയും റിലേഷൻ പഠിച്ചു വെച്ചിരിക്കുക. 2 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ആൾ ഭയങ്കര എളുപ്പമാണ്. എം പ്ലസ് എൻ, എമ്മും 2 ആണ്, എന്നും 2 ആണ്. അങ്ങനെയാണെങ്കിൽ 2 plus 2 4 ആണ്. 4ന്റെ സ്ക്വയർ എന്ന് പറയുന്ന വിച്ച് ഈസ് 16 ഈസ് ദ റൈറ്റ് ആൻസർ. 16 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, പ്രശ്നമുണ്ടോ? ഡൗട്ടുണ്ടോ? ഈസി അല്ലേ? ചെയ്യാൻ പറ്റുന്നതല്ലേ? കുറച്ച് മുമ്പ് ചെയ്ത ചോദ്യം പോലെ തന്നെയാണ് ഈ പറയുന്ന ചോദ്യം. അവിടെ 3 നമ്പർ എടുത്തു, ഇവിടെ 2 നമ്പർ എടുത്തു. 3 നമ്പറിൻ്റെ അറിയുക, 2 നമ്പറിൻ്റെ അറിയുക. ഓക്കെ, 16 is the right answer. Okay, question. Next question, 58. ശ്രദ്ധിക്കാം. 3 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ്. അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറിലേക്ക് അറേഞ്ച് ചെയ്യാനാണ് ചോദ്യം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇതെല്ലാം കുറച്ച് കുഞ്ഞു നമ്പേഴ്സാണ് അല്ലേ?
6^1/3 എന്ന് വെച്ചാൽ √3 6 അല്ലെ, ക്യൂബ് √6 എന്നാണ്, 4th √5 എന്നാണ്, 6th √7 എന്നാണ്. അപ്പോൾ ഈ പറയുന്ന കുഞ്ഞു നമ്പറിനെ, റൂട്ട് വരുന്ന കുഞ്ഞു നമ്പേഴ്സിനെ എങ്ങനെ നമുക്ക് അസെൻഡിങ് മോഡലിൽ അറേഞ്ച് ചെയ്യാം, ചെറുതേത് വലുതേത് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് അവന്മാരെ കണ്ടുപിടിക്കാമെന്നാണ് അല്ലേ, ചെറുതേത് വലുതേത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കാം. 6^1/3, 5^1/4, 7^1/6. ഇപ്പോൾ നമുക്ക് ഒരു 3 നമ്പർ ഉണ്ടെന്ന് വെച്ചു. ഇപ്പോൾ 6 ഉണ്ട്, 4 ഉണ്ട്, 7 ഉണ്ട്. യവന്മാരുടെ പവേഴ്സ്, ഇപ്പോൾ 6ന്റെ പവർ ഒരു 3 ആണ്, 4ന്റെ പവർ ഒരു 3 ആണ്, 7ന്റെ പവർ ഒരു 3 ആണ്. ഇങ്ങനെയാണെങ്കിൽ പവേഴ്സ് എല്ലാം സെയിം ആണ് എങ്കിൽ നമുക്കറിയാം ഇതിലാരാ വലിയ ആള്. വലിയ ആള് 7ന്റെ ക്യൂബ് ആയിരിക്കും അല്ലേ, ഈ പറയുന്ന ആൾക്കാരായിരിക്കും വലുത്. പവേഴ്സ് എല്ലാം സെയിം ആണെങ്കിൽ യവൻ വലിയ ആളാണ്, കുറച്ചു ചെറിയ ആൾ ഇവനാണ്, ഏറ്റവും ചെറിയ ആൾ ഇവനാണ്. അപ്പോൾ 4ഉം 7ഉം 6ഉം ആയിരിക്കും ആൻസർ. പക്ഷെ എപ്പോൾ പവേഴ്സ് എല്ലാം സെയിം ആവുമ്പോൾ, അപ്പോൾ നമ്മൾ ഈ താഴത്തവനെ മാത്രം നോക്കിയാൽ മതി. പക്ഷെ ഇവിടെ പവേഴ്സ് സെയിം ആണോ? അല്ല, പവേഴ്സ് സെയിം അല്ല. അപ്പോൾ പവേഴ്സിന് എന്താക്കണം? സെയിം ആക്കണം. പവേഴ്സിന് സെയിം ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ പവേഴ്സിനെ എങ്ങനെ നമുക്ക് സെയിം ആക്കാമെന്നാണ്. പവേഴ്സിനെ ഒന്ന് സെയിം ആക്കുകയാണ്. അപ്പോൾ പവേഴ്സിനെ ഒന്ന് സെയിം ആക്കാൻ നമുക്കൊന്ന് നോക്കാം. നോക്കുമ്പോൾ 6^1/3, 5^1/4, 7^1/6. അപ്പോൾ എനിക്ക് പവർ സെയിം ആക്കേണ്ട പവേഴ്സ് ആരൊക്കെയാണ്? 1/3, 1/4, 1/6. യവന്മാർ സെയിം ആവുന്നത് ഈ 3ഉം 4ഉം 5ഉം 6ഉം യവന്മാർ സെയിം ആവുന്നത് എവിടെയായിരിക്കും? അത് അവന്മാരുടെ LCMലായിരിക്കും. ഓർക്കുക, 3, 4, 6 സെയിം ആവുന്ന എപ്പോഴായിരിക്കും? അവന്മാരുടെ LCMൽ. അപ്പം 3, 4, 6ന്റെ LCM എടുക്കാൻ അറിയണം. LCM എന്ന് പറയുന്നത് എന്തായിരിക്കും? LCM എടുക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി ഇതാണ്. 3ൽ ഉള്ളതിൽ വലിയ നമ്പർ എടുക്കുക, 6. 6ന്റെ മൾട്ടിപ്പിളിൽ അല്ലെ 6ൽ ഈ പറയുന്ന രണ്ടുപേരുടെ മൾട്ടിപ്പിൾ ഉണ്ടോ എന്ന് നോക്കുക. 3ന്റെ മൾട്ടിപ്പിൾ 3, 6 ഉണ്ട്, പക്ഷെ 4ന്റെ മൾട്ടിപ്പിൾ 4 കഴിഞ്ഞാൽ 8, 6ഇല്ല. അപ്പോൾ 6അല്ല LCM. 6ന്റെ അടുത്ത നമ്പർ 12. 12ൽ 3, 4, 3, 12 ആണ്. 4, 3, 4, 12 ആണ് കേട്ടോ. 12ൽ 4ഉം ഉണ്ട്, 3ഉം ഉണ്ട്. രണ്ടും പോവുകയാണെങ്കിൽ LCM ഈസ് 12. 12 ആയിരിക്കും നമ്മുടെ LCM. LCM ഈസ് 12. ഉള്ളതിൽ വലിയ നമ്പർ എടുക്കുക. വലിയ നമ്പർ എടുത്തിട്ട് ബാക്കിയുള്ള രണ്ടുപേരുടെയും മൾട്ടിപ്പിള് അതിലുണ്ടോ നോക്കുക. 6ലില്ല, അപ്പോൾ 6ന്റെ ഇരട്ടി എടുത്തു 12. 12ൽ കിട്ടിയില്ലെങ്കിൽ 18 എടുക്കുക. 18 കിട്ടിയില്ലെങ്കിൽ 24 എടുക്കുക. അങ്ങനെ 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 ചെയ്ത് പോവുക. ഇപ്പോൾ LCM 12 എന്ന് കിട്ടി. LCM 12 കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരെയും എന്തിലോട്ടാക്കണം? 12ലോട്ടാക്കണം. അപ്പോൾ ഞാൻ എല്ലാവരെയും എന്ത് ചെയ്യുന്നു? ഒരു ⁻12 ചെയ്യുക. ⁻12, ⁻12, ⁻12. എല്ലാവരും ഒരു 12 ചെയ്തു. അപ്പോൾ എന്താവും? 12/3, 6^4, 5/7 എത്രയാ? 12. അപ്പോൾ 5/3, 7/12, 7/2. ഇപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയല്ലേ? 6/4, 5/3, 7². ഇങ്ങനെയാണ് നമുക്ക് 3 നമ്പേഴ്സും കിട്ടിയത്. ഇപ്പോൾ ഇതിനെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് മറ്റതുപോലെ ഒന്ന് മാറ്റുകയാണേ. 6/4 നമുക്കെന്ന് പറയുന്നത് 3 അല്ലേ, 1/3 അല്ലേ. 6/4നെ നമുക്ക് പറയാം ⁻1/12 ആണ്. അതാണ് നമ്മുടെ ആരാ? 6/1/3. 5³ നമുക്ക് പറയാം ⁻1/12 ആണ്. എന്നാലേ നമുക്ക് എന്ത് കിട്ടും? 5/1/4 കിട്ടും. 7² ആണ്, അവനെയും /1/12 LCM കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആദ്യം 4, 3, 2 എഴുതി, എന്നിട്ട് ഈ പറയുന്ന LCMന്റെ പവറിലാക്കി. കണ്ടോ? LCM ആക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതേപോലെ വന്നല്ലോ. 4 കണ്ടോ? 4 1/12 എന്ന് വെച്ചാൽ അതാണ് നമ്മുടെ 1/3. 3 1/12 അതാണ് 1/4. 2 1/12 അതാണ് നമ്മുടെ 6. ഇപ്പൊ നോക്കി, എല്ലാവരുടെയും പവേഴ്സ് എത്രയല്ല? ⁻1/12 കണ്ടോ? എല്ലാവരുടെയും പവേഴ്സ് 1/12 6/4. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. 6/4 എന്ന് പറയുന്നത് നമുക്ക് 6ന്റെ സ്ക്വയർ 36. 36 × 36 ചെയ്ത് കഴിഞ്ഞാൽ 6ന്റെ ⁻4 കിട്ടുമല്ലോ. 36 × 36 ആരാ? 36, 3, 6, 18, 36, 39, 3, 3, 9, 3, 12, 96 ⁻1/2.
5ന്റെ ക്യൂബ് 125 റൈസ് ടു 1/12. 7ന്റെ സ്ക്വയർ 49 റൈസ് ടു 1/12. ഇങ്ങനെ വന്നോ? ആദ്യം യവന്മാരുടെ LCM എടുത്തു, മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 4, 3, 2 വന്നു. അവനെ ഞാൻ ഇതിലോട്ട് ഫ്രാക്ഷനോട്ട് ആക്കിയാണ്. റൈസ് ടു 1/12, റൈസ് ടു 1/12, റൈസ് ടു 1/12. ഇപ്പോൾ എല്ലാവരുടെയും പവേഴ്സ് ഒരുപോലെയായി. ഇനി റൈസ് ടു 4, 12 96 125 49. എല്ലാത്തിൻ്റെയും പവേഴ്സ് സെയിം അല്ലേ? എടാ, പവേഴ്സ് സെയിം ആണ് എങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് പവേഴ്സ് സെയിം ആണ് എങ്കിൽ താഴെയുള്ള ആൾക്കാരായിരിക്കും. താഴെയുള്ള ആൾക്കാർ ചെറുതാരാണ്, അതാണ് ചെറുത്. വലിയ ആൾക്കാർ വലിയ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് മനസ്സിലായി, ക്ലിയർലി എനിക്ക് മനസ്സിലായി ഇതിലാരാ വലുത് ആരാ ചെറുത്. ഓക്കെ, ഇതിലെനിക്ക് മനസ്സിലായി 12 96. എല്ലാത്തിൻ്റെയും പവേഴ്സ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ വലിയ നമ്പർ യവനല്ലേ? വലിയ നമ്പർ കുറച്ച് ചെറിയ നമ്പർ യവനല്ലേ? കുറച്ച് ചെറിയ നമ്പർ. ഇതാണുള്ളതിൽ ഏറ്റവും ചെറിയ നമ്പർ. അപ്പൊ നമുക്ക് അസെൻഡിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആരാ? യവനല്ലേ? 7 റൈസ് ടു 1/6 ആണ് ആദ്യം വരേണ്ടത്. 7 1/6 വരുന്നത് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, യവൻ. അപ്പൊ ഒന്ന് നോക്കാം. യവൻ ചെറിയ ആള് തൊട്ട് വലിയ ആളാരാ? 5 റൈസ് ടു 1/4 രണ്ടാമത്തെ ആള്. മൂന്നാമത്തെ ആളാരാ? 6 റൈസ് ടു 1/3 മൂന്നാമത്തെ ആള്. കറക്റ്റ്. 5 റൈസ് ടു 1/4, 6 റൈസ് ടു 1/3. These are the right answer. Okay, clear? അറേഞ്ച് ചെയ്യാൻ എളുപ്പമല്ലേ? പവേഴ്സിനൊക്കെ ഒന്നാക്കുക. പവേഴ്സിനെ ഒരുമിച്ചാക്കി കഴിഞ്ഞാൽ കണ്ടോ, എല്ലാത്തിനും 1/12 എടുക്കുക. ഇപ്പോൾ അകത്തുള്ള ആൾക്കാരെ ഒന്ന് എഴുതുക. 6 റൈസ് ടു 4 അത് മാത്രം എഴുതേണ്ട ഒരു പാട്. 6 റൈസ് ടു 4 ആണ്. 36ന്റെ സ്ക്വയർ എടുത്താൽ മതി, കുഴപ്പമില്ല. 5 ക്യൂബ് കാണാൻ എളുപ്പമാണ്, 7ന്റെ സ്ക്വയർ കാണാനും എളുപ്പമാണ്. പവേഴ്സ് എല്ലാം ഒരുപോലെ ആയി കഴിഞ്ഞാൽ വലിയ ആളിത്, കുറച്ച് ചെറിയ ആൾ, ഇത് ഏറ്റവും ചെറിയ ആൾ. വിച്ച് ഈസ് അവനൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ ഇതുപോലെ കിട്ടും. ദെൻ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. 59th question. X plus 4 by x equal to 4. Then x square plus 1 by x square is what? Okay. അപ്പോൾ ഇതേ മോഡല് കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പം ഒന്നാമത്തെ ആൾ നമ്മൾ ഇതേ മോഡൽ എന്തായാലും വരുന്നതുകൊണ്ട് നമ്മൾ മറ്റേ ആൾക്കാരെയും കൂടെ ഒന്ന് പറയുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ എക്സ് പ്ലസ് നമ്മുടെ ചോദ്യം അറിഞ്ഞിരിക്കുക, എക്സ് പ്ലസ് 1/x ഈക്വൽ ടു ഒരു എ ആണ്, ഒരു വാല്യൂ ആണ് തന്നിട്ടുള്ളതെങ്കിൽ കണ്ടുപിടിക്കേണ്ട ആൾ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ കണ്ടുപിടിക്കാൻ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. എ സ്ക്വയറിൽ നിന്ന് 2നെ കുറയ്ക്കുക. ഓക്കെ, ഫോർമുല. ഇപ്പോൾ എക്സ് പ്ലസ് 1/x എന്ന് പറയുന്നത് എ ആണ് എങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് എ ക്യൂബിൽ നിന്ന് 3a കുറയ്ക്കുക. രണ്ടാൾക്കാരെ അറിഞ്ഞിരിക്കുക. ഓക്കെ, എക്സ് 1/x എ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ എ സ്ക്വയർ -2 എവനാണെങ്കിൽ എ ക്യൂബ് മൈനസ് 3a. രണ്ട് ഫോർമുലാസ് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ഈ പറയുന്ന ചോദ്യത്തിലേക്ക് പോവാം. പക്ഷേ ഇതെങ്ങനെയാവുമ്പോഴാണ് എക്സ് പ്ലസ് 1/x ആവുമ്പോഴാണിത്. പക്ഷേ ഇവിടെ അങ്ങനെയാണോ? എക്സ് പ്ലസ് 1/x ആണോ? അല്ല, അതാണ് പ്രശ്നം അല്ലേ? 1+x അല്ല. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇവിടെ നമുക്ക് മറ്റു രീതിയിലാട്ടോ നമ്മൾ പോകുന്നത്. ഓക്കെ, ഇവിടെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. എക്സിന് ഞാനൊരു വാല്യൂ കൊടുക്കുന്നു. എക്സിന് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു വാല്യൂ ഇട്ട് കൊടുക്കുന്നു. എക്സിന് ഒരു വാല്യൂ കൊടുക്കുമ്പോൾ എനിക്കിവിടെ എന്ത് കിട്ടണം? 4 കിട്ടണം. എക്സിന് ഞാനൊരു വാല്യൂ, ഇഷ്ടമുള്ള ഒരു വാല്യൂ കൊടുക്കാം. അപ്പോൾ ഈ പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഞാനൊരു വാല്യൂ ഇട്ട് കൊടുക്കുന്നു. എക്സിന് ഇപ്പോൾ ഞാൻ 1 കൊടുത്താൽ ഇവിടെ 1 കൊടുക്കണം. 1 + 4/1 എത്രയാ? 4 1 5 ആണോ? അല്ല. അപ്പോൾ 1 കൊടുക്കാൻ പറ്റൂല. ആരെ കൊടുക്കാം? 2 കൊടുത്ത് നോക്കുകയാണ്. 2. അപ്പോൾ 2 + 4/2. 4/2 2 ആണ്. 2 + 2 4. കറക്റ്റ് അല്ലേ? ദെൻ എക്സ് ഈസ് ആരാണ്? എക്സിൻ്റെ വാല്യൂ 2 അല്ലേ?
വാല്യൂ അസ്യൂം ചെയ്ത് കൊടുക്കുക. എന്ത് ചെയ്യുക? വാല്യൂ അസ്യൂം ചെയ്ത് ഇട്ട് കൊടുക്കുക. കാരണം നമുക്ക് ഇതേ സ്ട്രക്ചറിലല്ല, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തേ, വാല്യൂ ഒന്ന് അസ്യൂം ചെയ്ത് ഇട്ട് കൊടുത്തത്. വാല്യൂ അസ്യൂം ചെയ്ത് ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി എക്സിന്റെ വാല്യൂ ആരാണ്, എക്സിന് വരുന്ന വാല്യൂ 2 ആണ് എനിക്ക് കൊടുക്കാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ കാണാനായിട്ട് എന്ത് ചെയ്യാം? എക്സ് സ്ക്വയർ 2ന്റെ സ്ക്വയർ പ്ലസ് 1/2ന്റെ സ്ക്വയർ. 2ന്റെ സ്ക്വയർ 4 ആണ് പ്ലസ് 1/4 ആണ്, വിച്ച് ഈസ് 4 4 16 17/4, which is the right answer. 17/4 is the right answer. Question okay അല്ലേ? സെറ്റ്. ആ റിലേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക, ഇവനെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, പറ്റും, ഒരു കുഴപ്പമില്ല. ഈസി ക്വസ്റ്റ്യൻ. ആൻസർ ഈസ് 17/4. Then question, next question. Pipe and cistern based question. 3 pipe POR can fill a tank in 6 hours. 3 പൈപ്പ് ഉണ്ട്, 3 പൈപ്പും കൂടെ 6 മണിക്കൂറിൽ ഒരു ടാങ്ക് ഫില്ല് ചെയ്യുകയാണ്. ആഫ്റ്റർ വർക്കിംഗ് ഇറ്റ് ടുഗദർ ഫോർ 3 hours, 3 മണിക്കൂർ അവർ വർക്ക് ചെയ്യുകയാണ്. 6 മണിക്കൂർ കൊണ്ട് ഫില്ല് ചെയ്യും, പക്ഷേ 3 മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ, അപ്പോൾ കുറച്ച് നിറഞ്ഞു കാണും. ആ സമയത്ത് പി ക്ലോസ് ചെയ്തു, പിന്നെ പൂട്ടി. ക്യൂവും ആറും ഫിൽ ഇറ്റ് ഇൻ 6 hours മോർ. വീണ്ടും ഒരു 6 മണിക്കൂർ കൊണ്ട് ക്യൂ ആറും എന്ത് ചെയ്തു, അതിനെ ഫില്ല് ചെയ്തു. ഹൗ മെനി അവേഴ്സ് വിൽ പി അലോൺ ടേക്ക് ടു ഫിൽ ദ ടാങ്ക്? അങ്ങനെയാണെങ്കിൽ എത്ര മണിക്കൂർ കൊണ്ട് പി മാത്രമായിട്ട് ഈ പറയുന്ന ടാങ്കിനെ ഫില്ല് ചെയ്യും എന്നതാണ് ചോദ്യം. ഹൗ മെനി അവേഴ്സ് പി അലോൺ ടേക്ക് ടു ഫിൽ ദ ടാങ്ക്? ഓക്കെ, ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ. ടൈം ആൻഡ് വർക്ക് പോലെ തന്നെയാണ് പൈപ്പ് ആൻഡ് സിസ്റ്റേണും ചെയ്യുന്നത്, ഇത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം. ടൈം ആൻഡ് വർക്കിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ പറയുന്ന പൈപ്പ് ആൻഡ് സിസ്റ്റേൺ എന്ന് പറയുന്ന ആൾ. ഓക്കെ, പൈപ്പ് ആണെങ്കിൽ പോലും ആക്ച്വലി ഇത് ചെയ്യുന്നത് ഏതാ, നമ്മുടെ ടൈം ആൻഡ് വർക്കിൻ്റെ മോഡലിൽ തന്നെയാണ് കേട്ടോ. ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നോക്കിയേ, അപ്പോൾ ഓരോരുത്തരും പല രീതിയിൽ ചെയ്യാം. LCM മെത്തേഡ് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് 1 day വർക്ക് എന്ന് പറയുന്ന ഒരു മോഡൽ വെച്ചിട്ടാണ്. 1 day വർക്ക് കുറേ മെത്തേഡ് ഉണ്ട് കേട്ടോ. LCM മെത്തേഡ് ഉണ്ട്, അതുപോലെ 1 day വർക്കിൻ്റെ മെത്തേഡ് ഉണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ പ്രിഫറബിളായിട്ട് തോന്നിയിട്ടുള്ളത് ഈ പറയുന്ന 1 day വർക്കിൻ്റെ മെത്തേഡാണ്. ഞാൻ ജസ്റ്റ് ബേസ് എന്താണെന്ന് ഞാൻ ഒന്ന് പറയാം. ബേസ് ഞാൻ ഈ LCM മെത്തേഡിൻ്റെയും ഞാൻ ഈ പറഞ്ഞ ഏതാ 1 day വർക്കിൻ്റെയും മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ചോദ്യം എങ്ങനെയാണ്, എ എലോൺ ക്യാൻ ഡു എ വർക്കിൻ, നമ്മുടെ ഒരു ബേസിക് ക്വസ്റ്റ്യൻ എന്ന് പറയാം, നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി. എ എലോൺ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 3 hours. ബി എലോൺ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 4 hours. Then A and B together can do a piece of work in how much time എന്നാണ്. എ 3 മണിക്കൂർ കൊണ്ട് ചെയ്യും, ബി 4 മണിക്കൂർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ A + B എത്ര സമയം കൊണ്ട് ചെയ്യും? നോർമലി ഇപ്പോൾ ഞാൻ ഈ 1 day വർക്കാണ് എടുക്കുന്നത്. 1 day വർക്ക് 3 മണിക്കൂർ, എ 3 മണിക്കൂർ കൊണ്ട് ഒരു ജോലി ചെയ്യും. അപ്പോൾ എന്റെ 1 day വർക്ക് എന്ന് പറയുന്നത് അവൻ്റെ റെസിപ്രോക്കലായിരിക്കും 1/3. ബി 4 മണിക്കൂർ കൊണ്ട് ഒരു ജോലി ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവൻ്റെ 1 day വർക്ക് എന്ന് പറയുന്നത് 1/4 ആയിരിക്കും. ചിലപ്പോൾ 3 മണിക്കൂറായിരിക്കും, ചിലപ്പോൾ 3 ദിവസമായിരിക്കും, എന്തായാലും വാട്ടർ വെറ്റീസ്. ഇത് അവറാണെങ്കിൽ 1 hour വർക്ക്, 1 hour വർക്ക് അങ്ങനെയാണ്. ഇത് 1/3 ആണ്, 1/4 ആണ്. അപ്പോൾ എ ആൻഡ് ബി ടുഗദർ രണ്ടുപേരും കൂടെ ചെയ്യുന്നത് 1/3 + 1/4 വിച്ച് ഈസ് 4 + 3 7/12. ഇതാണ് അവൻ്റെ 1 hour വർക്ക് അല്ലെങ്കിൽ 1 day വർക്ക് 7/12. അങ്ങനെയാണെങ്കിൽ എയും ബിയും എത്ര ദിവസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനെ നേരെ എടുത്ത് തിരിച്ചിടുക. 12/7 ഈസ് ദ റൈറ്റ് ആൻസർ. ഇതാണ് എന്ത് 1 day വർക്കിന്റെ കോൺസെപ്റ്റ്. 1 day വർക്കിന്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. എ 3 മണിക്കൂർ കൊണ്ട് ചെയ്യും, ബിയും 4 മണിക്കൂർ കൊണ്ട് ചെയ്യും. എയും ബിയും എത്ര മണിക്കൂർ കൊണ്ട് ചെയ്യും? 1/3 + 1/4 = 7/12. അവനെ തലകുത്തിനായിടുന്നതാണ് A + B. കഴിഞ്ഞു. ഇതേ സാധനം LCM മെത്തേഡ് ഉപയോഗിച്ചും ചെയ്യാം. LCM മെത്തേഡ് എ 3 മണിക്കൂർ ചെയ്യുന്നു, ബി 4 മണിക്കൂർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എയും ബിയും ചേർന്ന് എത്ര മണിക്കൂർ ചെയ്യുന്നു? LCM മെത്തേഡ്. LCM മെത്തേഡിൽ യവന്മാരുടെ രണ്ടുപേരുടെ LCMനെ ഞാൻ ടോട്ടൽ വർക്കായിട്ട് അസ്യൂം ചെയ്യുന്നു. എ ഉണ്ട്, ബി ഉണ്ട്. എ 3 മണിക്കൂർ ചെയ്യുന്നു, ബി 4 മണിക്കൂർ ചെയ്യുന്നു. ടോട്ടൽ വർക്ക് യവന്മാരുടെ LCM ആയിട്ട് എത്ര? 12 ടോട്ടൽ വർക്ക് ഉണ്ടെന്ന് കരുതുക. 12 ടോട്ടൽ വർക്ക് ഉണ്ടെങ്കിൽ ഇവൻ മൊത്തം 12 വർക്കുണ്ട്. 3 എണ്ണം ചെയ്യും. എത്ര സമയം എടുക്കും? 4 സമയം എടുക്കും. 4 മണിക്കൂർ അല്ലെങ്കിൽ 4 യൂണിറ്റ്. മൊത്തം 12 യൂണിറ്റ് വർക്ക് ഉണ്ടെങ്കിൽ ഇവൻ 4 യൂണിറ്റ് വർക്ക് ചെയ്യും. ഇവനോ 3 യൂണിറ്റ് വർക്ക് ചെയ്യും. രണ്ടുപേരും കൂടെ ചേർന്ന് എത്ര വർക്ക് ചെയ്തു?
7 യൂണിറ്റ് വർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവൻ്റെ രണ്ടുപേരും കൂടെ ചേർന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? കണ്ടുപിടിക്കാനായിട്ട് മൊത്തം 12 ഉണ്ട് ബൈ ഈ പറയുന്ന 7, 12/7. എന്നാലും നമുക്ക് ഈ പറയുന്ന ആളെ തന്നെ കിട്ടും. ഇത് LCM മെത്തേഡ്, ഈ പറയുന്നത് 1 ഡേ വർക്ക്. അപ്പോൾ 1 ഡേ വർക്കിലാണെങ്കിൽ പിന്നെ വേറെ ഒന്നും ആലോചിക്കാനൊന്നുമില്ല, ജസ്റ്റ് എടുത്ത് കൊടുക്കുക, ആൻസർ അയക്കുക. LCM ഇതാണെങ്കിൽ രണ്ടുപേരുടെയും കൂടെ LCM കണ്ടുപിടിക്കുക, എന്നിട്ട് അത് ചെയ്തിട്ട് ഈ പറയുന്ന ആളിനെ കണ്ടുപിടിക്കുക. ഇപ്പോൾ 2 മെത്തേഡിനും അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട്, അതിൻ്റെതായ പോരായ്മകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ പറയുന്ന 1 ഡേ വർക്കിൻ്റെ മെത്തേഡാണ്. കാരണം എനിക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്, പോട്ടെ. അതിൽ LCM വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, ഒരു കുഴപ്പമില്ല. LCM വെച്ച് ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ പറയുന്ന മെത്തേഡിലേക്ക് പോകാം. എങ്ങനെ നമുക്ക് ഈ ചോദ്യം ചെയ്യാൻ പറ്റും? അപ്പോൾ 3 പൈപ്പുണ്ട്, POR. 3 പേരും കൂടെ ഒരു ടാങ്ക് 6 മണിക്കൂറിൽ ജോലി ചെയ്യുന്നു. 1 ഡേ വർക്ക് എന്ന് പറയുന്നത് 1/6 ആണ്. അവർ 3 മണിക്കൂർ ചെയ്തു. ഇവർ 3 മണിക്കൂർ ചെയ്തെന്ന് പറയുമ്പോൾ ഇത് 1 മണിക്കൂറിൻ്റെ കേസാണ്. 3 മണിക്കൂർ ചെയ്തപ്പോൾ 3/6 വർക്ക് കംപ്ലീറ്റ് ആയില്ലേ? വിച്ച് ഈസ് 1/2 വർക്ക് ഇപ്പോൾ തന്നെ എന്തായി? കംപ്ലീറ്റ് ആയി. ഇപ്പോൾ തന്നെ എത്ര വർക്ക് കംപ്ലീറ്റ് ആയി? 1/2 വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ P പോയി, P ക്ലോസ് ചെയ്തു, P ഇനിയില്ല. ബാക്കി Q&R fill it in 6 more. 6 മണിക്കൂർ കൊണ്ട് Q അല്ലെങ്കിൽ OUR ഇത് Q ആണ്. അപ്പോൾ QR 6 മണിക്കൂർ കൊണ്ട് ഇവനെ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെയെങ്കിൽ Qവും Rഉം ഹാഫ് വർക്ക് ചെയ്യാൻ എത്ര മണിക്കൂർ എടുത്തു? 6 മണിക്കൂർ എടുത്തു. QRഉം ഹാഫ് വർക്ക് ചെയ്യാൻ, ഹാഫ് വർക്ക് അല്ലേ 6 മോർ മണിക്കൂർ എടുത്തേ, ഹാഫ് വർക്ക് ചെയ്യാൻ 6 മണിക്കൂർ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഫുൾ വർക്ക് ചെയ്യാനായിട്ട് എത്ര മണിക്കൂർ എടുത്ത് കാണും? 12 മണിക്കൂർ എടുത്ത് കാണുമോ? ഹാഫ് വർക്ക് ചെയ്യാനായിട്ട് QR ഉം 12 മണിക്കൂർ, Pയും Qവും Rഉം കൂടെ എത്ര മണിക്കൂർ? Pയും Qവും Rഉം കൂടെ മൊത്തം 6 മണിക്കൂർ. അങ്ങനെയാണെങ്കിൽ P എത്ര ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് Pയും Qവും Rഉം കൂടെ ചെയ്തതിൽ നിന്ന് Qവും Rഉം കൂടെ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് P ചെയ്തത് മാത്രം കിട്ടും. വിച്ച് ഈസ് മൊത്തത്തിൽ 6 മണിക്കൂർ. അവൻ്റെ 1 ഡേ വർക്ക് 1/6, QR-ൻ്റെ 1 ഡേ വർക്ക് 1/12, വിച്ച് ഈസ് 1/6 മൈനസ് 1/12 ചെയ്യുമ്പോൾ എവൻ ഇൻറ്റു 2 വിച്ച് ഈസ് 2 - 1 1/12. അങ്ങനെയാണെങ്കിൽ P-ൻ്റെ 1 ഡേ വർക്ക് 1/12 ആണ്. എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എത്ര അവർ കൊണ്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ തലക്കുത്തനെ ഇടുക, വിച്ച് ഈസ് 12 hours, വിച്ച് ഈസ് ദ റൈറ്റ് ആൻസർ, 12 hours. അപ്പോൾ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ചോദ്യമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.